ഹലോ എവരിവൺ, നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ലോക്ക്ഡൗണിനെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാണ് നമുക്ക്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, കഴിയണതും സേഫായിട്ട് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ബാക്കി കോവിഡ് പ്രോട്ടോകോൾസൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാനും കട്ടിലിങ്ങനെ കിടന്ന് ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സീലിംഗ് ഫാനിനെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ ചൂടുകാലമൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ നമ്മൾ ആക്ച്വലി വലിയതായിട്ട് മൈൻഡ് ചെയ്യാത്തൊരു സാധനമാണ് ഈ സീലിംഗ് ഫാൻ. അപ്പോൾ അതിലൊരു ചെറിയൊരു നോയ്സ് ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഈ ചാനലിൽ ഇത് എന്താണ് ഇതുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് വെച്ചാൽ, നമ്മളിത് ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന എൻജിൻ ഓയിലാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണല്ലോ, സോ നമുക്ക് പുറത്തു നിന്നൊരു ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു ഫാനിനൊരു ഇഷ്യൂ വന്നാൽ സോൾവ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ നമുക്കൊരു റിപ്പയർ ഷോപ്പിൽ കൊണ്ട് കൊടുക്കാനും എല്ലാം ഇപ്പോൾ തൽക്കാലം പറ്റാത്തൊരു കാര്യമല്ലേ. അപ്പോൾ ഓൾറെഡി ഉള്ളൊരു ഇഷ്യൂവിനെ ഫർദർ കൂടുതൽ ഡാമേജ് ആവാതെ എങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, വേർ മിനിമം നിങ്ങളിത് ചെയ്യാനായിട്ട് മുകളിൽ ഫാനിൻ്റെ അടുത്ത് കയറുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫാൻ തുടച്ച് ക്ലീൻ ആക്കുന്ന ഒരു പരിപാടി നിങ്ങൾ നടന്നു കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ ഇവിടെ ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ 1980s വളരെ പോപ്പുലറായിരുന്ന ഉഷ ബ്രാൻഡിൻ്റെ ഫാൻസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഈ വീട് കൺസ്ട്രക്ട് ചെയ്ത സമയത്തേ ഉള്ള ഫാൻസാണ്. ബെഡ്റൂംസിലെല്ലാം ഇപ്പോഴും ഈ ബ്രാൻഡിൻ്റെ ഫാൻസാണ് യൂസ് ചെയ്യുന്നത്. കാര്യം എയർ ഡെലിവറിയുടെ കാര്യത്തിൽ ഈ ഫാനിനെ വെല്ലണ വേറെ സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല. നമ്മുടെ ബാക്കിയുള്ള റൂംസിലെല്ലാം ഹൈ സ്പീഡ് ഫാൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഷേപ്സിലുള്ള ഫാൻസ് എല്ലാം ഈ വീട്ടിലുണ്ട്. എങ്കിലും ഈ ഒരു ഫാനിൻ്റെ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഫാനിൻ്റെ എയർ ഡെലിവറി, അതായത് നമുക്ക് ആക്ച്വൽ ഫീൽ ചെയ്യുന്ന കാറ്റ് വളരെ കൊടുങ്കാറ്റിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഫുൾ സ്പീഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുമില്ല. ഈ 1980s തൊട്ട് യാതൊരുവിധ മെയിൻ്റനൻസും ഇതിന് അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നും ഇതുവരെ വന്നിട്ടുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ ജനറൽ നമ്മുടെ സീലിംഗ് ഫാൻസിൻ്റെ സീൽഡ് ബെയറിങ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നേരെ ബെയറിങ് മാറ്റുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ പറയണത്. പക്ഷെ അതിന് വേറൊരു ട്രിക്കുണ്ട്. അതായത് ചെറിയ രീതിയിലെ നോയ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിന് മുമ്പ് ഫാനിൻ്റെ നോയ്സ് നമുക്കൊന്ന് നോക്കാം. കേൾക്കുന്നുണ്ടോ നോയ്സ്? ചെറിയ സൗണ്ടേ ഉള്ളൂ. ഭയങ്കര ഹെവി ആയിട്ടുള്ള നോയ്സൊക്കെ ഉണ്ടെങ്കിൽ നടക്കൂല. ഇതിപ്പോൾ ജസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ നോയ്സ്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട. നേരത്തെ പറഞ്ഞ വണ്ടിയുടെ എൻജിൻ ഓയിലും ഒരു സിറിഞ്ചും വിത്ത് നീഡിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പരിപാടി ചെയ്യാം. അപ്പോൾ എഗൈൻ വീട്ടിൽ സൂക്ഷിച്ചൊക്കെ ഇതിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറുന്നതൊക്കെ സൂക്ഷിച്ച് ചെയ്യുക. ഒരു ആരെങ്കിലും ഹെൽപ്പിനുണ്ടെന്നുണ്ടെങ്കിൽ, പുറത്തു നിന്നല്ല, വീട്ടിനകത്തുള്ള ആരെങ്കിലും കൂടെ നിർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫാനിൻ്റെ ബെയറിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. അവിടെ എൻ്റെ ഈ പർട്ടിക്കുലർ ഫാനിൽ ഒരു പ്ലേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഓയിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതിനെ ഈ നമ്മുടെ ഓയിൽ പ്രോപ്പറായിട്ട് എത്തിക്കാനാണ് നമ്മൾ ഈ സിറിഞ്ച് യൂസ് ചെയ്യണത്. അതായത് സിറിഞ്ചിൽ നീഡിൽ വെച്ച് യൂസ് ചെയ്യണത്. ഒരു ഫ്യൂ ഡ്രോപ്സ് മതിയാവും. മാക്സിമം ഒരു 1 ml മുതൽ 1.5 ml മാക്സിമം വേണ്ടി വരുള്ളൂ. 2-3 തുള്ളിയുടെ ആവശ്യമേ മിനിമം ഉള്ളൂ. നിങ്ങളുടെ ഫാനിൻ്റെ ഏജും സൗണ്ടും അനുസരിച്ചാണ് ഇത് ചെയ്യേണ്ടത്. 100% ഫിക്സ് ആണെന്നല്ല പറയണത്. നോയ്സ് ഇച്ചിരി താഴോട്ട് വരും. എൻ്റെ കേസിൽ കംപ്ലീറ്റ്ലി നമ്മുടെ നോയ്സ് ഫുള്ള് പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ഒറ്റ കൈ വെച്ചാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട്
അത് ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കുക. ഇനി നമുക്ക് പരിപാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫാനിൻ്റെ കനോപ്പി, അതായത് മുകളിൽ വരുന്ന ആ ടോപ്പ് കവർ ഒന്ന് പൊക്കണം. അതിന് ശേഷമാണ് ഇതിൻ്റെ ഇടയിലുള്ള ആ കപ്പാസിറ്റർ ഏരിയ കഴിഞ്ഞിട്ട് താഴെ നമുക്ക് ഈ സംഭവം കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന സിറിഞ്ചിനകത്ത് ഓയിൽ ഫില്ല് ചെയ്ത് വെച്ചേക്കുക. ഈ ഫില്ല് ചെയ്ത ഓയിൽ പതുക്കെ ഡ്രോപ്സ് ആയിട്ട് നമുക്ക് കൊടുക്കുക. ഇത്തിരി ഒരു സൈഡിൽ കൊടുത്തതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ട് ഫാൻ ഒന്ന് ടേൺ ചെയ്ത് അടുത്ത ഏരിയയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഫാൻ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് സ്പിൻ ചെയ്ത് വിടുക. സ്പിൻ ചെയ്ത് വിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു എല്ലാം കൂടെ ഒരു 1.5 ml നമുക്ക് ആവശ്യമുള്ളൂ ഓയിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു 15 to 30 minutes വെയിറ്റ് ചെയ്തിട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നോയ്സിൽ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് തോന്നും. പിന്നെ യൂസ് ചെയ്യേണ്ട ഓയിൽ എത്രത്തോളം ലൈറ്റ് ഓയിൽ കിട്ടുമോ, അതായത് നമ്മുടെ തിക്നെസ് കുറഞ്ഞ ഓയിൽ കിട്ടുമോ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 5w-40 ഓയിലാണ്. എന്തുമാത്രം ഓയിലിൻ്റെ തിക്നെസ് ഉണ്ടാവോ അത്രയും നിങ്ങൾക്ക് സിറിഞ്ച് വഴി പ്രസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഓയിൽ ഇതുവഴി ഫ്ലോ ചെയ്യണമല്ലോ. ഇപ്പോൾ 5w-40 അല്ലെങ്കിൽ 0w-20, 5w-30 ഏത് വേണോ യൂസ് ചെയ്യാം. 0w-20 കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ 5w-20 കിട്ടിയാൽ അത്രയും നല്ലത്. ഇപ്പോഴത്തെ പെട്രോൾ എഞ്ചിൻസിലൊക്കെ ഈ 5w-30 അല്ലെങ്കിൽ 0w-20 ഒക്കെയാണ് അവർ ഒഴിക്കുന്നത്. അതിൻ്റെ ബാലൻസ് എന്തായാലും ചിലപ്പോൾ വണ്ടിയിൽ കണ്ടേക്കും. സർവീസ് സെൻറ്റർ കീപ്പ് ചെയ്യാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യം എളുപ്പം കഴിയും. എൻ്റെ വണ്ടിയുടെ സർവീസിൻ്റെ ബാലൻസ് ഒന്നും ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഫാൻസ് യാതൊരു നോയ്സും ഇല്ലാതെ കാലങ്ങളോളം കിടക്കും. നമുക്ക് നോക്കാം നോയ്സ് കുറഞ്ഞു വന്നു. ഇത് കുറച്ച് നേരം കിടക്കുമ്പോൾ കൂടുതലുള്ള ഓയിൽ അകത്തോട്ട് ഇറങ്ങും തോറും നോയ്സ് കുറച്ചുകൂടെ കുറയും. എന്തായാലും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ. അപ്പോൾ ഇത്രയും പഴയ ഈ ഫാൻ എന്തിനാണ് കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാളിൽ അതുപോലെയുള്ള സ്ഥലത്തൊക്കെ പുതിയ ഫാൻസ് മാറ്റിയപ്പോഴും ഇതിൻ്റെ ആ ഒരു എയർ ഡെലിവറി ഫീൽ ചെയ്യണില്ല നമുക്ക്. അപ്പോൾ കാറ്റെന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ് ഇത്. അപ്പോൾ ഇത് വെയിറ്റ് ഉണ്ടായാലും ബാലൻസിൻ്റെ കാര്യത്തിലായാലും എല്ലാം നമ്മുടെ പുതിയ ഫാനെ കാട്ടി ഫാർ ബെറ്ററാണ്. ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ ഫാൻസിന് BLDC ഒക്കെ വന്നപ്പോഴത്തേക്കും കൺസപ്ഷൻ വളരെ കുറവാണ്. പക്ഷേ പ്യുവർലി നമ്മുടെ എയർ ഡെലിവറി വെച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ 7000 തരത്തില്ല പുതിയ ഫാൻസ്. ഇതിപ്പോൾ ഈ കാണുന്ന ഫാനും ഫുൾ സ്പീഡിലാണ് കറങ്ങുന്നത്. അതിനെക്കാട്ടി കൂടുതൽ 1400 mm സ്വീപ്പൊക്കെ ഉള്ളതാണ്. ഫുൾ സ്പീഡിലാണ് ഇതും കറങ്ങുന്നത്. പക്ഷേ ഇതിനേക്കാൾ എയർ ഡെലിവറി 1200 mm പഴയ ഉഷ ഫാനിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ വല്ലപ്പോഴും ഒന്ന് ലൂബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പഴയ ഫാൻസ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3-4 times ലൈഫും കിട്ടും. നല്ല എയർ ഡെലിവറി. ഓക്കെ, അപ്പോൾ ശരി.